ശ്രീ മധുരമീനാക്ഷി ശരണം. നെരിമംഗലം ശാന്തക്കാട്ട് മധുരമീനാക്ഷി ക്ഷേത്രത്തിൻ്റെ ചരിത്രമാണ് ഇവിടുത്തെ പ്രതിപാദ്യം. ഈ ക്ഷേത്രത്തിന് വളരെ പഴക്കമുണ്ട്. പ്രാചീനമായ ഒരു മധുരമീനാക്ഷി ക്ഷേത്രമാണ്. ഇത് സ്ഥാപിച്ചത് പാണ്ഡ്യരാജാക്കന്മാരാണ്. കേരളം AD 1-ാം നൂറ്റാണ്ടിൽ തന്നെ പാണ്ഡ്യന്മാരും ചേരന്മാരും ഒക്കെ ഭരിച്ചിരുന്ന നാടാണ്. എറണാകുളം തൊട്ട് വടക്കോട്ടുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ ചേരന്മാരാണ് ഭരിച്ചിരുന്നതെങ്കിൽ പത്തനംതിട്ട പോലുള്ള മേഖലകൾ, ഇടുക്കി ജില്ല, കോട്ടയം ജില്ലയുടെ പല ഭാഗങ്ങളുമൊക്കെ അന്നത്തെ കാലത്ത് തന്നെ പാണ്ഡ്യന്മാർ ഭരിക്കുന്നുണ്ട്. AD 9-ാം നൂറ്റാണ്ട് വരെ വെമ്പുലിനാട്ട് രാജവംശം എന്ന പേരിൽ വേമ്പൻ എന്ന പാണ്ഡ്യരാജാവിൻ്റെ പേര് സ്ഥാപിക്കപ്പെട്ട രാജവംശമാണ് ഇവിടെ ഉള്ളത്. വെമ്പുലിനാട്ട് രാജവംശം 9-ാം നൂറ്റാണ്ടിൽ 4ആയിട്ട് പിരിയും. തെക്കുംകൂറ്, വടക്കുംകൂറ്, കാൽക്കരി നാട്, കീഴ്മലൈ നാട് എന്നിങ്ങനെ. കീഴ്മലൈ നാട് എന്നുള്ളതിൻ്റെ അർത്ഥം കിഴക്കേ മലകളുടെ നാട് എന്നുള്ളതാണ്. അതിനു മുമ്പ് വെമ്പുലിനാട്ട് രാജവംശത്തിൻ്റെ ആസ്ഥാനം എന്നുള്ളത് കടുത്തുരുത്തിയാണ്. 4ആയിട്ട് വിഭജിച്ചപ്പോൾ 4 ഇടങ്ങളിലുമായിട്ട് 4 ആസ്ഥാനങ്ങളുണ്ടായി. തെക്കുംകൂറിൻ്റേത് ആദ്യം വെന്നിമലയിലും പിന്നെ കോട്ടയത്തുമാണ്. വടക്കുംകൂറിൻ്റേത് ആദ്യം കടുത്തുരുത്തിയും പിന്നെ വൈക്കവുമായിട്ട് മാറി. കാൽക്കരി നാടിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തൃക്കാക്കരയാണ്. കീഴ്മലനാടിൻ്റെ ആസ്ഥാനം ആയിട്ട് വരുന്നത് ആദ്യം നേര്യമംഗലമായിരുന്നു. ഒപ്പം തന്നെ കോതമംഗലം അവരൊരു നഗരമായിട്ട് വികസിപ്പിച്ചു. കൂടാതെ തൊടുപുഴയ്ക്ക് പിന്നെ ആസ്ഥാനം മാറുകയും ചെയ്തു. അപ്പം നേര്യമംഗലം എന്ന് പറയുന്ന സ്ഥലം ഒരു സുപ്രധാനമായ വ്യാപാര പാതയിലാണ് വരുന്നത്. ഇന്ന് ആ പാത അറിയപ്പെടുന്നത് കൊച്ചി മധുര നാഷണൽ ഹൈവേ എന്നാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരുപക്ഷെ കീഴ്മലനാട് രാജവംശം ഇവിടെ ആസ്ഥാനം സ്ഥാപിച്ചപ്പോൾ അവരുടെ പരദേവതയായ, പണ്ഡ്യന്മാരുടെ പരദേവതയായ മധുരമീനാക്ഷിയെ ഒപ്പം തന്നെ ശാസ്താവിനെയും പ്രതിഷ്ഠിച്ച സ്ഥലമാണിത്. പെരിയാറിൻ്റെ 2 കരകളിലായിട്ട് ഇന്നത്തെ നിലയ്ക്ക് നേര്യമംഗലവും കാഞ്ഞിരവേലി എന്നറിയപ്പെടുന്ന 2 സ്ഥലങ്ങളാണ്. അന്ന് നേര്യമംഗലമാണ്. ഇതിൻ്റെ 2 കരയിലുമായിട്ട് ഒരു കരയിൽ മധുരമീനാക്ഷിയും മറുകരയിൽ ശാസ്താവിനെയും പ്രതിഷ്ഠിച്ചു. അങ്ങനെ ഇവിടെ ആസ്ഥാനമാക്കി, ഈ നേര്യമംഗലം ആസ്ഥാനമാക്കി ദീർഘകാലം അവർ ഭരിക്കുകയും ചെയ്തു. ഏതാണ്ട് 13-ാം നൂറ്റാണ്ട് വരെയൊക്കെ ഇവിടെ അവരുടെ ഭരണം ഉണ്ടായിരുന്നു. പിന്നീട് പൂഞ്ഞാർ പാണ്ഡ്യന്മാർ വന്നപ്പോൾ മധുര പാണ്ഡ്യന്മാർ മുസ്ലിം ആക്രമണകാലത്ത്, ഡൽഹി സുൽത്താനേറ്റിൻ്റെ ആക്രമണകാലത്ത് മധുര വിടുകയും അവർ കേരളത്തിലേക്ക് കുടിയേറുകയും ചെയ്തു. അങ്ങനെയാണ് പൂഞ്ഞാർ പന്തളം രാജവംശങ്ങൾ കേരളത്തിലെത്തുന്നത്. പൂഞ്ഞാർ രാജവംശം അക്കാലത്ത് ഭൂമി പല രാജ്യങ്ങളിൽ നിന്നായിട്ട് വാങ്ങുകയാണ് ചെയ്തത്. വാങ്ങിയിട്ടൊരു സാമ്രാജ്യം ഉണ്ടാക്കി. അങ്ങനെ വാങ്ങുമ്പോൾ നേര്യമംഗലം പ്രദേശം വാണിരുന്ന രാജാക്കന്മാർ, കോതമംഗലത്തുള്ള ഒരു കൈമള്, ചെങ്ങമനാട്ട് ദേവസ്വം, അതുപോലെ തെക്കുംകൂർ രാജാക്കന്മാർ, ഇവർ 4 പേരുടെയും കയ്യിൽ നിന്ന് ഭൂമി വാങ്ങിയിട്ടാണ് പൂഞ്ഞാർ രാജവംശം അവരുടെ ആസ്ഥാനം, അവരുടെ രാജ്യമൊക്കെ ഉണ്ടാക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിന് ശേഷം പതിയെ നേര്യമംഗലത്ത് നിന്ന് തൊടുപുഴയ്ക്ക് കീഴ്മലനാട്ട് രാജവംശം ആസ്ഥാനം മാറ്റുന്നു. അങ്ങനെ അവരിയ്ക്കുന്ന സ്ഥലമാണ് കാരിക്കോട് എന്ന് പറയുന്നത്. കാരിക്കോട്ട് വരെ ഏതാണ്ട് AD 1600 വരെ കാരിക്കോട്ടിൽ കീഴ്മലനാട്ട് രാജവംശം ഉണ്ടായിരുന്നു. പിന്നീട് അത് വടക്കുംകൂർ ലയിക്കുകയും രാജവംശത്തിലെ അംഗങ്ങൾ മാർത്താണ്ഡവർമ്മയുടെ ആക്രമണകാലത്ത് തൊടുപുഴയ്ക്കടുത്തുള്ള പടിഞ്ഞാറക്കോടിക്കുളം എന്നൊരു മേഖലയിലേക്ക് മാറുകയും ചെയ്തു. അവരുടെ കുടുംബാംഗങ്ങൾ ഇന്നും അവിടെയുണ്ട്. നേര്യമംഗലം അക്കാലത്ത് ഏതാണ്ട് പൂർണ്ണമായിട്ടും വിസ്മൃതിയിലായി. എങ്കിലും എല്ലാ വർഷവും തൊടുപുഴയിൽ നിന്നോ അല്ലെങ്കിൽ കോടിക്കുളത്തു നിന്നോ രാജകുടുംബാംഗങ്ങൾ ഇവിടെ വരികയും ദർശനം നടത്തുകയും ചെയ്തിരുന്നൊരു പ്രാചീന കാലഘട്ടമുണ്ട്. മാർത്താണ്ഡവരുടെ ആക്രമണത്തിനൊക്കെ മുമ്പ് അങ്ങനെയായിരുന്നു. പിന്നീട് അവരുടെ പിൻഗാമികളായിട്ടുള്ള കോടിക്കുളം കൈവന്മാരാണ് ഇവിടെ എല്ലാ വർഷവും വന്ന് ആരാധന നടത്തിയിരുന്നത്. ആ കാലഘട്ടത്തിൽ പാണ്ഡ്യരാജാക്കന്മാരുടെ സൈനികർ തന്നെ എന്ന് വിശ്വസിക്കുന്ന, അവർ തന്നെ അവകാശപ്പെടുന്ന മുതുവാൻ എന്ന് പറയുന്ന ആദിവാസി സമൂഹം, അവരാണ് ഈ ക്ഷേത്രമൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് ദീർഘകാലത്തോളം. അവരവിടെ പൂജ നടത്തുമായിരുന്നു. അവർ പക്ഷിബലി പോലുള്ള കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അനുഷ്ഠാന കർമ്മങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. വർഷാവർഷം തൊടുപുഴയിൽ നിന്ന് ആൾക്കാർ വരും, പൂജ ചെയ്യും, തിരിച്ചു പോകും. ബാക്കി സമയങ്ങളിൽ മുതുവാൻ സമൂഹത്തിൽപ്പെട്ട ആൾക്കാർ ഇത് നോക്കും. ഇങ്ങനെയാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഏതാണ്ട് 100 വർഷത്തിന് മുമ്പ്, അതായത് ഒരുപക്ഷെ 1924 കാലഘട്ടത്തിൽ, ഒരുപക്ഷെ ആ വലിയ വെള്ളപ്പൊക്കം 99-ലെ വെള്ളപ്പൊക്കം എന്ന് പറയുന്ന വെള്ളപ്പൊക്കം വന്നപ്പോഴായിരിക്കാം. അക്കാലം തൊട്ട് പിന്നെ അടുത്തൊരു 20-30 വർഷത്തോളം തൊടുപുഴയിൽ നിന്ന് ആരും ഇങ്ങോട്ട് വരാണ്ടായി. അങ്ങനെ വന്ന സമയത്ത് ഇവിടെ പൂർണ്ണമായിട്ടും കാട് മൂടപ്പെടുകയും
സർ സി പി രാമസ്വാമിയരുടെ ഭരണകാലത്ത് ഇവിടം ഫോറസ്റ്റുകാർ കണ്ടെടുത്ത് പിന്നെ ഇവിടെ ഈ ക്ഷേത്രമൊക്കെ ഇവിടെ കുടിയേറ്റ മേഖലയുണ്ടായി. ദേവസ്വം ബോർഡ് ഇവിടെ ഏറ്റെടുത്തു. ചുറ്റുമുള്ള പ്രദേശങ്ങൾ ഫോറസ്റ്റിൻ്റേതാക്കി, റിസർവ് ഫോറസ്റ്റിൻ്റേതാക്കി മാറ്റി. അങ്ങനെ പലതും ഉണ്ടായി. അക്കാലഘട്ടത്തിൽ തന്നെ ചെങ്ങവനാട്ട് ദേവസ്വത്തിനൊക്കെ ഇവിടെ ഭൂമിയുണ്ട്. തൊടുപുഴയിലെ ആൾക്കാർക്ക് ഇവിടെ ഭൂമിയുണ്ട്. മുതുവാന്മാർക്ക് അവകാശങ്ങളുണ്ട്. ഇതൊന്നും അക്കാലത്ത് ഫോറസ്റ്റുകാർ പരിഗണിച്ചില്ല. അവർ റിസർവ് ഫോറസ്റ്റായിട്ട് മാറ്റുക ചെയ്തത്. പിന്നീട് സർ സി പി രാമസ്വാമി അയ്യരും അതുപോലെ തന്നെ പണ്ട് കേരളം ഭരിച്ച പട്ടംതാണു പിള്ളയൊക്കെ ഈ അമ്പലത്തിനൊരു വികസനം വരാൻ വേണ്ടിയിട്ട് ഇതിന് ചുറ്റുമായിട്ട് കുടിയേറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ഇവിടെ ആൾക്കാർക്ക് ഭൂമി പതിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ട പഴയ കുടുംബാംഗങ്ങളും നേര്യമംഗലം സമീപവാസികളും മുതുവാന്മാരും ഈ 3 കൂട്ടരും ഈ അമ്പലം ആചരിക്കുന്നുണ്ട്. നേര്യമംഗലത്തെ മധുരമീനാക്ഷി. മധുരമീനാക്ഷിക്കുള്ള ഏറ്റവും സുപ്രധാനമായ ഉത്സവം മധുരയിൽ നടക്കുന്നത് മീനാക്ഷി കല്യാണമാണ്. അതുകൊണ്ട് തന്നെ ശ്രീ മധുരമീനാക്ഷി വിവാഹിതരാകാൻ പോകുന്നവർ, വിവാഹ ജീവിതത്തിലെ ഐശ്വര്യങ്ങൾ, ഇതിനൊക്കെ വലിയ അനുഗ്രഹം നൽകുന്ന ആളാണ്. അതേ ഭാവത്തിലാണ് നേര്യമംഗലത്തെ മധുരമീനാക്ഷിയും. വിവാഹം ചെയ്യാൻ പോകുന്ന ആൾക്കാർ, വിവാഹം നടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഇവരൊക്കെ അവിടെ ചെന്ന് ഭഗവതിക്കും ശിവനും പട്ട് സമർപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ഐശ്വര്യമുള്ള വിവാഹങ്ങൾ വന്നുപോകും. നല്ല സന്താനങ്ങൾ ഉണ്ടാവാനും അവർക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാവാനും ഐശ്വര്യം ഉണ്ടാവാനും ഉയർച്ച ഉണ്ടാവാനും ഒക്കെ വളരെയധികം അനുഗ്രഹിക്കുന്ന ദേവിയാണ്. ഇവിടെ എല്ലാ വർഷവും വളരെയധികം ആദിവാസികൾ വരികയും മീനഭരണിക്ക് വന്ന് അവരവരുടേതായിട്ടുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് വളരെ സുപ്രധാനമാണിത്. ഇങ്ങനെ ഒരു രീതിയിൽ പോകുന്ന ഒരു ക്ഷേത്രമാണ്. നേര്യമംഗലം എന്നുള്ള പേര് വരുന്നത് മധുരമീനാക്ഷിയുടെ തന്നെ മറ്റൊരു പേരായ മംഗള എന്നുള്ള പേരിൽ നിന്നാണ്. നീർമംഗള എന്നുള്ള പേര് നേര്യമംഗലം എന്നായി മാറി എന്ന് കരുതപ്പെടുന്നു. റിക്കാട് ശാന്തിക്കാട് ഭവക്ഷേത്രം എന്നാണ്, പക്ഷേ അറിയപ്പെടുന്ന മീനാക്ഷിയമ്മ കോവിൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഞാൻ 60 മുതൽ വരുന്ന കാലത്ത് ഇതെല്ലാം കാട് പിടിച്ച് കിടക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. ഇത് കാട് വെട്ടി തെളിച്ചത് വളരെ അധിക കാലം കഴിഞ്ഞതിന് ശേഷം ഡിപ്പാർട്ട്മെൻറ്റ് ലേലത്തിന് കൊടുക്കുകയും കാട് വെട്ടി തെളിച്ച് വിരിപ്പ് കൃഷി ചെയ്തും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കാലത്ത്. അത് കഴിഞ്ഞ ശേഷം അന്ന് ശങ്കരാചി പൂജ മാത്രമേ ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കഴിഞ്ഞതിന് ശേഷം കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ രാവിലെ പൂജ തുടങ്ങി. ഇതും കഴിഞ്ഞ് കുറേ കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് 2 നേരം പൂജ തുടങ്ങിയത്. ദേവീക്ഷേത്രം സാധാരണ ഒരു ദേവീക്ഷേത്രം അല്ല. ഇത് സാധാരണ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദേവിയാണ്. ആര് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കുന്ന ഒരു പ്രകൃതി ഈ ദേവിക്കില്ല. എൻ്റെ അനുഭവം കൊണ്ട് പഠിച്ചതാണത്. നേര്യമംഗലത്ത് ഭഗവതി ക്ഷേത്രത്തിൽ മധുരമീനാക്ഷിയാണ് ശ്രീകോവിലെ പ്രധാന ദേവത. അവിടെ നിലവിൽ ഗണപതിയുടെ പ്രതിഷ്ഠയൊന്നുമില്ല. അത് ഭഗവതിയോളം പ്രാധാന്യമുള്ളൊരു ശിവൻ പ്രത്യേകം ശ്രീകോവിൽ ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഭഗവതിയുടെ നേരെ മുന്നിലായിട്ട് കുടുംബത്തിലെ പൂർവ്വകാരണവർ ക്ഷേത്രം സ്ഥാപിച്ച അദ്ദേഹം മുന്നിലുണ്ട്. വശത്ത് തന്നെ സർപ്പപ്രതിഷ്ഠകളാണ്. നാഗരാജാവിനെയും നാഗേഷിയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതിന് തൊട്ടപ്പുറത്തായിട്ട് രക്ഷസിന്റെ പ്രതിഷ്ഠയുണ്ട്. ദേവിയുടെ അമ്പലത്തിന് മുൻഭാഗത്ത് കിഴക്ക് മാറി അതിന്റെ പരിധിവട്ടത്തിന് വെളിയിലായിട്ട് മലദൈവങ്ങളുടെ പ്രതിഷ്ഠയും കൂടെ കാണാം. അമ്മേ ശരണം, ദേവീ ശരണം, ഭദ്രീ ശരണം. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പൂർവിക കാര്യങ്ങൾ പറയുമ്പോൾ ഈ ക്ഷേത്രത്തിൽ തെക്ക് ഭാഗത്ത് കൂടി ഒരു തോട്, അതിനോടനുബന്ധിച്ച് വലിയൊരു ചിറ ഉണ്ടായിരുന്നു. അവിടെ അലക്കും കുളിയും ഒക്കെ ഉള്ളതായിട്ട് നടന്നു പോകുന്ന സൗണ്ടൊക്കെ രാത്രി കാലങ്ങളിൽ കേൾക്കാമായിരുന്നു. അതിനെക്കുറിച്ച് ഈ കഴിഞ്ഞ ദേവപ്രശ്നം വെച്ചപ്പോൾ അത് ദേവപ്രശ്നത്തിൽ ആ ജ്യോത്സ്യർ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞ് അതിൻ്റെ ദൃക്സാക്ഷിയായിട്ട് കാര്യങ്ങളെല്ലാം ഞാൻ അന്ന് അവിടെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഈ അലക്കും കുളിയുള്ള സമയങ്ങളിലും ഈ അട്ടഹാസങ്ങളും ഒച്ചയൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയും. ഇതുപോലെ പന്തം പിടിച്ച് 3-4 പേര് രാത്രി സമയത്ത് ഓടി പോകുന്ന ആ ഒരു ദൃശ്യം കൂടി ഞാൻ കാണാനിടയായിട്ടുണ്ട്. ഇതെല്ലാം പറയുമ്പോൾ ഒരുപക്ഷെ മിക്കവർക്കും തോന്നുന്നത് ഇത് തമാശ പറയണം. ഇത് ഞാൻ അനുഭവത്തിലൂടെ പറയുന്ന കാര്യങ്ങളാണ്. ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും നമുക്ക് പ്രത്യക്ഷ അനുഗ്രഹങ്ങളോടുകൂടി നമ്മൾ എന്ത് വിചാരിക്കുന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സത്യസന്ധമായിട്ട് എന്ത് ചെയ്യുന്നോ അതെല്ലാം നടത്തി തരാൻ അമ്മ പ്രാപ്തയാണ്. അത് നടത്തി തരാറുമുണ്ട്. ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കില്ല എന്ന് പറയും പോലെ എന്ത് കാര്യത്തിന് ഇറങ്ങിച്ചാലും അത് ഭംഗിയായിട്ട് നിറവേറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉപദേശ സമിതിയുടെ പ്രസിഡൻ്റായിട്ട് ഞാൻ ഈ അമ്പലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉത്സവത്തോടനുബന്ധിച്ചായാലും ഇതിൻ്റെ
പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചാൽ എല്ലാ പ്രവൃത്തികളിലും ഞാൻ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ അഭിമാനമാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ. പിന്നെ ഈ വഴിയൊക്കെ വന്നതോടുകൂടി കുറച്ചുകൂടെ സൗകര്യമായി. ഈ പുഴയിൽ നിന്ന് കടത്ത് ഉണ്ടായിരുന്നു, ഇവിടെ വഞ്ചി ഉണ്ടായിരുന്നു. ഈ വലിയ വെള്ളപ്പൊക്കത്തിന് വഞ്ചിയൊക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള ഒരു അനുഭവാവസ്ഥ. പിന്നെ മൃഗങ്ങളുടെ ശല്യങ്ങൾ വളരെ ഗൗരവമായിട്ട് തന്നെ എടുക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ അത് ഔദ്യോഗികമായിട്ട് ആരും തന്നെ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്ന് ഞാൻ പറയുമ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ നോക്കുകുത്തികളാണെന്ന് നമ്മൾ പറയാൻ പാടില്ലല്ലോ. ഇപ്പോൾ അവരേതായാലും മൃഗങ്ങൾക്ക് ഇപ്പോൾ RR ഡ്യൂട്ടിയൊക്കെ ഇടുന്ന അവരൊക്കെ വന്ന് നമ്മളോട് സഹകരിച്ച് പ്രവർത്തിക്കാറുണ്ട്. അപ്പോൾ ആന ഇറങ്ങുന്ന മിക്കവാറും വരാറുണ്ട്. അതിനെല്ലാം ഓടിക്കാനൊക്കെ ഞാനോടുകൂടി പോകാറുണ്ട്. അപ്പോൾ ഇപ്പോൾ കുരങ്ങ് വണ്ണാനും അങ്ങനെ ഞങ്ങളുടെ എല്ലാ കൃഷി സാധനങ്ങളും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ക്ഷേത്രത്തിൽ 5 ഏക്കറോളം സ്ഥലം ദേവീക്ഷേത്രത്തിനുണ്ട്. അതിലുള്ള തെങ്ങിൽ ഒരൊറ്റ നാളികേരം പോലും കിട്ടാനില്ല. അപ്പോൾ ഈ പ്രാവശ്യം തെങ്ങ് കയറാൻ ആൾ വന്നിട്ട് തേങ്ങയില്ലാത്തതുകൊണ്ട് കയറാതെ പോയി. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് ഇവിടെ സംജാതമായിരിക്കുന്നത്. എല്ലാവരുടെയും സഹായ സഹകരണത്തോടു കൂടി പുനരുദ്ധാരണ പരിപാടി ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. വളരെ ജീർണീയാവസ്ഥയിലാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ അവസ്ഥ. അതുകൊണ്ട് ഈ ദേവപ്രശ്നത്തിൽ കണ്ട കാര്യങ്ങളനുസരിച്ച് ചെയ്യാൻ ദേവസ്വം ബോർഡിന് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇക്കരെയുള്ള ധർമ്മശാസ്ത്ര ക്ഷേത്രത്തില് മതിൽക്കകത്ത് മുഖ്യപ്രതിഷ്ഠ തുല്യപ്രാധാന്യത്തിൽ 2 എണ്ണമാണ്. ഒന്ന് ശാസ്താവും മറ്റത് ശിവനുമാണ്. പുറത്ത് മാളികപ്പുറം ആയിട്ട് ഭഗവതിയുണ്ട്. വളരെ ശക്തി സ്വരൂപിണിയായ ഭഗവതിയാണ്, ഐശ്വര്യദായിനിയാണ്. മുന്നിൽ തന്നെ കിഴക്ക് ഭാഗത്തേക്ക് പുഴയോരത്തിന് ചേർന്ന് മുകളിൽ തന്നെയായിട്ട് സർപ്പപ്രതിഷ്ഠയും രക്ഷസിന്റെ പ്രതിഷ്ഠയും കാണാം. ഇതുകൂടാതെ അല്പം മാറി പരിധിവട്ടത്തിന് വെളിയിൽ മലദൈവങ്ങളുടെ പ്രതിഷ്ഠ, മലമുത്തപ്പനും മലങ്കാളിയാണ് അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട് കോടിക്കുളത്തുള്ള ആൾക്കാരുടെ കുടുംബചരിത്രങ്ങളിൽ 4 പാണ്ഡ്യരാജകുമാരിമാരുടെ ചരിത്രം കൂടെ പറയുന്നു. അതിൽ 2 പേരുടെ പിൻഗാമികളാണ് കോടിക്കുളത്തുള്ളവരെന്നും അതിൽ ഒരാൾ ഭ്രഷ്ടായിട്ട് അന്നത്തെ സാമൂഹ്യ ജാതി സംവിധാനങ്ങളുടെ കേടുകളുടെ ഭാഗമായിട്ട് ആ കുടുംബത്തിൽ നിന്ന് വെളിയിലാവുകയും ആദിവാസി സമൂഹത്തിലേക്കായി എന്നും പറയുന്നു. ആ ആളിൻ്റെ പിൻഗാമികൾ ആദിവാസി സമൂഹത്തിൽ ഇന്നുമുണ്ട്. മുതുവാന ആദിവാസികളുടെ രാജസ്ഥാനം അലങ്കരിക്കുന്ന ഒരു കുടുംബമുണ്ട്. ആ കുടുംബം ആ കുട്ടിയുടെ ഒരു പിൻഗാമികളാണെന്നാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ തൊടുപുഴയിലുള്ള ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ട പിൻഗാമികളും ഈ ആദിവാസി കുടുംബവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അവർ സ്ഥിരമായിട്ട് പരസ്പരം 2 കുടുംബങ്ങളും നൂറ്റാണ്ടുകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്ന് കാണുന്ന രീതിക്കുള്ള ബന്ധങ്ങൾ നിലനിൽക്കുന്നുണ്ട്. 4ാമതുണ്ടായിരുന്ന ഒരു കുമാരി എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിലായിരിക്കില്ല, പല കാലഘട്ടത്തിലായിരിക്കും പൂഞ്ഞാർ കോവിലകത്തേക്ക് കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ പല രാജകുടുംബങ്ങളിലും ഉണ്ടായ പോലെ പൂഞ്ഞാറിൽ ചിലപ്പോൾ സന്തതി ഇല്ലാണ്ട് വന്നപ്പോൾ അങ്ങോട്ട് ദത്തെടുത്താവാം എന്ന് വേണമെങ്കിൽ കരുതാം. പക്ഷേ ഇങ്ങനൊരു ചരിത്രവും കൂടി ഇതിൻ്റെ ആയിട്ട് പറയാറുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളിൽ ചരിത്രരേഖകൾ പലതും ഉണ്ടായിരുന്നു. ഇവിടെ വർഷത്തിലൊരിക്കൽ പൂജയ്ക്ക് വേണ്ടി ആൾക്കാർ വന്നുകൊണ്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള ഉരുളിയും വലിയ വാർപ്പുകളൊക്കെ അമ്പലത്തിനടുത്ത് ഒരു കിണർ പോലെ കുഴിച്ചിട്ട് അവിടെ കുഴിച്ചിടുക ചെയ്തുകൊണ്ടിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഓരോ വർഷം വരുമ്പോൾ അത് കുഴിച്ചെടുക്കുകയും അതൊക്കെ ഉപയോഗിച്ച് പൂജാതി കാര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്ന ഒരു ശീലവും സമ്പ്രദായമായിരുന്നു. പക്ഷേ 1940കളിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ അമ്പലം കണ്ടെടുത്തതിന് ശേഷം തിരുവിതാംകൂർ ഗവൺമെൻറ് ഇതൊരു ക്ഷേത്രം പഴയ പോലെ നിർമ്മിക്കാൻ ശ്രമിക്കുകയും അതിനുവേണ്ടി ഒരു കോൺട്രാക്ടർ ഏൽപ്പിക്കുകയും ചെയ്തു. കോതമംഗലത്തിനടുത്ത് തൃക്കാരിയൂർ സ്വദേശിയായ കോൺട്രാക്ടർ ഇവിടെ കുഴിച്ചപ്പോൾ അദ്ദേഹത്തിന് നിരവധി ചെമ്പ് പാളികൾ കിട്ടിയെന്നാണ് പറയപ്പെടുന്നത്. ആ ചെമ്പ് പാളികൾ ഒരുപക്ഷെ പഴയ ചെമ്പിൻ്റെ രേഖകളാവാം, റോയൽ ഓർഡേഴ്സും റോയൽ ആർക്കൈവ്സും ഒക്കെ ആയിരുന്ന സാധനങ്ങളായിരുന്നിരിക്കാം, നമുക്കറിയില്ല. ഇന്നാരും അത് കണ്ടിട്ടില്ല. ഏതാണ്ട് 3 കാളവണ്ടി നിറയെ കിട്ടിയെന്നും അത് അദ്ദേഹം മാറ്റിയെന്നും പറയപ്പെടുന്നു. അതിനെന്ത് സംഭവിച്ചെന്നോ അദ്ദേഹം വിറ്റിരിക്കുകയോ എവിടെയും സൂക്ഷിച്ചിരിക്കുകയോ ഇതൊന്നും ആർക്കും ഒരു പിടിയില്ല. വളരെയധികം വർഷങ്ങൾ മുമ്പ് സംഭവിച്ചതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരറിയിപ്പും ഇല്ലാത്തതുകൊണ്ട് അതിൽ ചരിത്രരേഖകളാണ് ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ നഷ്ടമായി എന്ന് വേണം കരുതാൻ. പക്ഷേ അത്തരം ചരിത്രരേഖകൾ ഇവിടുത്തെ മണ്ണിലൊക്കെ ഉണ്ടായി എന്ന് വരാം.